കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ടെർമിനോളജികൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് യൂണിക്കോൺ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പിന്റെ മൂല്യം 1 ബില്യൺ കടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളെ വിളിക്കുന്ന പേരാണ് യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ. ഇത്തരം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് അമിതമായ ഹൈപ്പിന്റെ ബലത്തിലൂടെ ആയിരിക്കും. ഇവർ പലപ്പോഴും അമിത ലാഭത്തിലേക്കും അതേസമയം ചെറിയ നഷ്ടങ്ങളിലേക്കും പോകാറുണ്ട്. ഉദാഹരണത്തിന് പേടിഎം, സൊമാറ്റോ പോലുള്ള സ്റ്റാർട്ടപ്പുകൾ. ഇതേപോലെയുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പാണ് കോക്രോച്ച് സ്റ്റാർട്ടപ്പ്. മാർക്കറ്റ് ഷെയറുകളിൽ അമിത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ് കോക്രോച്ച് സ്റ്റാർട്ടപ്പ്. ഇവർ കൂടുതലായും ഇൻവെസ്റ്റർമാരിൽ ആശ്രയിക്കാതെ മാർക്കറ്റ് ഷെയറുകൾ കൂട്ടിക്കൊണ്ട് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളെ വെച്ച് താരതമ്യം ചെയ്തു നോക്കിയാൽ കോക്രോച്ച് സ്റ്റാർട്ടപ്പുകൾ വളരെ ബലമേറിയതായിരിക്കും. ഇവരുടെ മാർക്കറ്റ് ഷെയറുകൾ കുറഞ്ഞാൽ പോലും ഇവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈ ആശയം വരാൻ കാരണം കോക്രോച്ച് എന്ന നാമത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു കോക്രോച്ചിന്റെ തല വെട്ടിമാറ്റിയാൽ പോലും ഏകദേശം ഒരാഴ്ചത്തേക്ക് അതിന് തലയില്ലാതെയും ആഹാരമില്ലാതെയും വെള്ളമില്ലാതെയും ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കോക്രോച്ച് സ്റ്റാർട്ടപ്പുകളും. മാർക്കറ്റ് ഷെയറും എക്കണോമിയും എത്രത്തോളം താഴേക്ക് പോയാലും ഇവരെ കൊണ്ട് പിടിച്ചു നിൽക്കാനും കൂടുതൽ ശ്രദ്ധയോടെ ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. നിങ്ങൾ ഒരു സംരംഭകനാവുകയാണെങ്കിൽ നിങ്ങൾ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ആണോ അതോ കോക്രോച്ച് സ്റ്റാർട്ടപ്പ് ആണോ തിരഞ്ഞെടുക്കുക എന്നുള്ളത് താഴെ കമന്റ് ചെയ്യൂ.